അപ്പോൾ മുഹമ്മദ് നബീനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കൊടുത്തു. അതാണ് മുലൈക്ക. വെൻ ഷി റിയലൈസ് ദാറ്റ് മുഹമ്മദ്സ് ആർമി ഹാഡ് കിൽഡ് ഹർ ഫാദർ, ഷീ ഡിമാൻഡഡ് എ ഡിവോഴ്സ്. എൻ്റെ ബാപ്പാനെ കൊന്നത് താനാണല്ലേ, ഞമ്മളില്ല, എനിക്ക് തലാക്ക് വേണമെന്ന് പറഞ്ഞു. വിച്ച് ഷീ ഗ്രാൻഡഡ് ഹർ. ഷീ ഡൈഡ് എ ഫ്യൂ വീക്സ് ലേറ്റർ. അപ്പോൾ സ്വന്തം ബാപ്പാനെ കൊന്ന പെണ്ണിനെ മുഹമ്മദ് നബിക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ്? മൂപ്പരെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജിയോ പൊളിറ്റിക്സ് വർക്കൗട്ട് ആയില്ല. അതാണ് ഉണ്ടായത്. എന്താ കാരണം? സ്വന്തം ബാപ്പാനെ കൊന്ന പെണ്ണ് പിന്നെ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് ഇച്ചിരി മാനവും മര്യാദയും ഇച്ചിരി എന്താ പറയുക ആത്മാഭിമാനമുള്ളൊരു പെണ്ണായി. അതുകൊണ്ട് മുഹമ്മദിൻ്റെ ഈ പറയുന്ന സാധനത്തിന് നിന്നില്ല, അവിടെ ഡിവോഴ്സ് വാങ്ങിച്ചു പോയി. ഇതാണ് പെണ്ണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുക എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഫാത്തിമ അൽ ആലിയ ബിന്ത് സബിയാൻ അൽ ദഹിയക്. നല്ല പേര് കേട്ടോ, കൊച്ചു കുട്ടികൾക്ക് കിടാൻ പറ്റിയ പേരാണ്. ഷീ വാസ് ദ ഡോട്ടർ ഓഫ് എ മൈനർ ചീഫ് ഹു ഹാഡ് കൺവേർട്ടഡ് ടു ഇസ്ലാം. Muhammad divorced her after only a few weeks because she peeked at men in the mosque courtyard. മുഹമ്മദ് നബിക്ക് സംശയരോഗമുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അങ്ങനെയുണ്ട്. Fatima had to work for the rest of her life as a dung collector and she outlived all Muhammad's widows. അപ്പോൾ ആരും ഒളിഞ്ഞു നോക്കി എന്ന പേരും പറഞ്ഞുകൊണ്ട് ജിയോ പൊളിറ്റിക്സ് ആണ്. ജിയോ പൊളിറ്റിക്സിൻ്റെ ഇടയിൽ കല്യാണമൊക്കെ കഴിക്കും, പക്ഷേ ഒളിഞ്ഞു നോട്ടം അത് നമ്മൾ വെച്ച് പൊറപ്പിക്കില്ല. അത് അപ്പം തന്നെ തലാക്ക് തലാക്ക് തലാക്ക്. ഇതാണ് സംഭവിക്കുക. ഇതാണ് ഉണ്ടായത്.